ഈ ഒരു പാരസ്പര്യത്തിന്റെ ലോകം, ഇത്ര വിശാലമായ ഒരു പാരസ്പര്യത്തിന്റെ ലോകം ആണ് രൂപപ്പെടേണ്ടത്, പഠിതാവും പഠിപ്പിക്കുന്നവനുമൊക്കെ തമ്മിൽ. അപ്പൊ ഈ വാക്കൊക്കെ നിങ്ങൾ കേട്ടു, 2 ദിവസമായി കേൾക്കുന്നു, അല്ല ഇന്ന് രാവിലെയും വൈകുന്നേരവും 2 നേരമായി കേൾക്കുന്നു. കേട്ടതിന്ന് നിങ്ങളുടെ സമയം വൃഥാവിൽ കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെറുതെ നിങ്ങൾ വന്നിരുന്നാൽ ആ ആലസ്യമുള്ള മനസ്സ്, ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപു, ഏറ്റവും വലിയ ശത്രുവാണവൻ. അതുമായി വന്ന് ഇവിടെ ഇരുന്നു, ഇതും കുറെ കേട്ടേക്കാം, അടുത്തതും കുറെ കേട്ടേക്കാം, കുറെ കൂടെ കൺഫ്യൂസ്ഡ് ആയേക്കാം. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ വന്നതുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയും നിങ്ങളുടെ സമയം കളയാതെയും തിരിച്ചു പോകാനുള്ള സൗമനസ്യവും നിങ്ങളെക്കുറിച്ച് ഒന്നും ദോഷമായി പറയാതിരിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയുമുണ്ട്. ഇത് പോകാതെ കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിനെക്കുറിച്ചും മോശമായി പറയാതെ കടന്നു പോകാനുള്ളൊരു മാനസികാവസ്ഥയും ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴുണ്ട്, കഴിവുകൊണ്ടല്ല. അതെപ്പോഴാ പോവുക എന്നറിയില്ല. പോകരുതേ പോകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 നേരം കേട്ടു. തുടർന്ന് മഹാഭാരതത്തിലെ, പ്രത്യേകിച്ചും ഭഗവത്ഗീതയിലെ, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് വരാൻ പോകുന്നതിന് മുമ്പുള്ള സമയമായത്. എനിക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഞാൻ മഹാഭാരതം ഗീത വരെ തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഏറ്റുവാം. കാരണം ഇപ്പൊ ഈ അവസാനത്തെ പീരീഡിൽ സിലബസ് എല്ലാം ഓടിച്ചു തീർത്ത് നിൽക്കുന്ന പരീക്ഷാ സമ്പ്രദായങ്ങളുള്ള നിലയ്ക്ക് ഇവിടം വരെ തീർത്തിട്ടുള്ളത് കൊണ്ടും ഞാൻ ചരിതാർത്ഥ്യ ഹൃദയനാണ്. അതുകൊണ്ട് പറയട്ടെ, അടുത്ത ദിവസം രാവിലെ മുതലുള്ള ക്ലാസ്സിൽ പറയാൻ പോകുന്ന ഭഗവത്ഗീതയുടെ പ്രവേശികയായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെ, തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു ജിജ്ഞാസ എന്റെ വാക്കുകൾ നിങ്ങളിൽ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, ഉണർത്താതിരുന്നെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, എന്റെ അറിവ് കുറവ് മാത്രമാണ്. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ചിരിക്ക് 2 അർത്ഥമുണ്ട്. അതുകൊണ്ട് ചിരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എങ്ങനെയാ വേണ്ടേ? അപ്പോൾ തീർച്ചയായും 9:30 ആയിട്ടുണ്ട്. ആ നിലയ്ക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ രാവിലെ ഭഗവത്ഗീതയുടെ ഈ പ്രവേശികയെ വെച്ചുകൊണ്ട് ഗീതയും ഗീതയുടെ സാരാംശവും നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത, എന്നാൽ വ്യത്യസ്തമായ, കാരണം നിങ്ങൾ പഠിച്ച പുസ്തകം തന്നെ ഞാനും പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് വ്യത്യാസമാവില്ല, എന്നാൽ വ്യത്യസ്തമായ, കാരണം അതിനകത്ത് ഇടയ്ക്ക് എവിടെയോ വിട്ടുപോയത് ചേർത്തുകൊണ്ട്, ഗീതയിൽ വിട്ടുപോയതല്ല, വായിച്ചവർ വരികൾ വിട്ടുപോയത് ചേർത്തുകൊണ്ട്. വായിക്കുമ്പോൾ നമ്മളെല്ലാം അറിയാതെ ചിലത് വിഴുങ്ങിക്കളയും. ഒരല്പം തലച്ചോറിന്റെ കുറവല്ല, തലച്ചോറ് കൂടുതൽ തന്നെയാണ്, അല്പം ഹൃദയത്തിന്റെ കുറവാണ്. തലച്ചോറ് പ്രയോജനപ്രദമല്ല, ഹൃദയം വളരെ വലുതാണ്. അതുകൊണ്ട് അവിടെ വിട്ടുപോയ അതൊന്ന് പരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ മുതൽ കാണാം. അത് പഠിക്കാനുള്ള ഒരുക്കത്തിൽ വരുമ്പോൾ കയ്യിലൊരു ഗീത ഉണ്ടായിരുന്നാൽ നല്ലതാണ്. കാരണം വല്ല ശ്ലോകവും പറയുമ്പോൾ അത് അതിലുള്ളത് തന്നെയാണോ? ഈ പല സാധനങ്ങളും ഇന്ന് അതിനുള്ളതാന്ന് പറഞ്ഞ് പുസ്തകം വരെ ഇറങ്ങുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് അതിലുള്ളത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ, വിലയിരുത്താൻ ഒരു പുസ്തകം കയ്യിലുണ്ടേ നല്ലതാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ 1-2 പേര് വന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും എനിക്ക് അറിയുന്നവ പറയാം, അറിയാത്തവ അറിയില്ലെന്ന് പറയാം. എല്ലാം എനിക്കറിയില്ല, സർവജ്ഞോ നാസ്തിക, അങ്ങനെയാണ് വ്യാസൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാനാണെങ്കിലോ അല്പപ്രാണനും. അതുകൊണ്ട് എനിക്കറിയുന്നത് ഞാൻ പറയാം. ചോദ്യങ്ങൾ ഇവിടെ ഇരുന്ന് ചോദിച്ചാൽ മതി. ഒരാശ്രമമായതുകൊണ്ട് അതാണ് ധർമ്മം. മറിച്ച് എന്നെ ഒറ്റയ്ക്ക് വന്ന് കണ്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആശ്രമത്തിൽ അത് ശുഭമല്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ചർച്ചയൊക്കെ, ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഇതാണെങ്കിൽ വളരെ കെട്ടുറപ്പുള്ളൊരു ആശ്രമമാണ്. അതിന്റെ കാലുകളിലൊന്നും ഞാൻ കയറിയതിന്റെ പേരിൽ ഉലയുന്നത് എനിക്കിഷ്ടമല്ല. അല്ലാതെ ഉലഞ്ഞാൽ എനിക്ക് ദുഃഖമോ സുഖമോ ഇല്ല. ഞാൻ കയറി ഒന്നും ഉലയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നോട് വന്ന് എന്തെങ്കിലും ചോദിച്ചു, ഇവിടെ ആടി നിൽക്കുന്ന ആരെങ്കിലുമാണ് എന്നോട് വന്ന് ചോദിച്ചതെങ്കിൽ എന്റെ ഉത്തരത്തിൽ നിന്ന് ചാടാനുള്ള വഴി കണ്ടുപിടിക്കേണ്ട. സോ ഐ എം വെരി ക്ലിയർ. കാരണം എനിക്ക് ശിഷ്യന്മാരെ ഒന്നും ആവശ്യമില്ല.
ഞാൻ എന്റെ യാത്രയുടെ അവസാനം വരെ ഒരു ഏകാന്ത പഥികൻ മാത്രമാണ്. അതുകൊണ്ട് വളരെ ഉറപ്പിച്ച് പറയട്ടെ, ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചോദിക്കാം, എനിക്കറിയാവുന്നവ പറഞ്ഞുതരാം. നിങ്ങൾ വളരെ ഉറച്ചൊരു സ്ഥലത്തിരിക്കുന്നുണ്ട്, അവിടെ ഉറച്ചിരുന്നു കൊണ്ട് ശ്രമിക്കൂ. എവിടെ ഓടിയാലും കിട്ടുന്നതല്ല സത്യം. എവിടെയെങ്കിലും ഇരുന്നു പോയെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ. എങ്ങും ഇരിക്കാതിരുന്നുവെങ്കിൽ ഇരിക്കാതിരുന്നോളൂ. സത്യം ആർക്കും ആർക്കും തരാൻ കഴിയുന്നതുമല്ല, കേൾപ്പിക്കാൻ മാത്രം കഴിയുന്നതാ. ന്യായമാത്മാ പ്രവചനേന ലഭ്യ, ന്യായമാത്മാ ബലഹീനേന ലഭ്യ. അതുകൊണ്ട് ബാക്കി നമുക്ക് നാളെ കാണാം. ഇന്ന് അവസാനിപ്പിക്കും. ഹരി. ഭഗവത്ഗീതയിലേക്കുള്ള പ്രവേശിക വരെ എത്തി. ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഭീഷ്മപർവം 13-ാം അധ്യായം മുതലാണ് എങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഗീത 25-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെ 18 അധ്യായങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ പൂർവ ഭാഗമായ ഗീതയിലേക്ക് നയിച്ച സന്ദർഭത്തെ ഒരിക്കൽ കൂടെ പരിശോധിച്ചിട്ട് നമുക്ക് മെല്ലെ ഗീതയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കയ്യിലുള്ള ഗീതയിലേക്ക് പ്രവേശിക്കാം. മഹാഭാരത യുദ്ധക്കളത്തില് യുദ്ധം ഒഴിവാക്കുന്നതിന് സർവാത്മനാ ശ്രമിച്ച ഭഗവേച്ഛയെ സംസ്കാരവിശേഷങ്ങളാൽ കാമക്രോധാദികൾ കൊണ്ട് മലീമസമായ മനുഷ്യസഞ്ചയം നിരസിച്ച് ഈശ്വരേച്ഛയെ അംഗീകരിക്കാതെ രാഗദ്വേഷമലീമസമായൊരു യുദ്ധക്കളത്തിൽ എത്തിച്ചേരുന്നു എന്ന് പൂർവപക്ഷം. മനുഷ്യ അന്തര്യാമിയായ, സമസ്ത ജീവ അന്തര്യാമിയായ, സാക്ഷിമാത്രനായ, കാമനകളൊന്നും തീണ്ടാത്ത ആ ഈശ്വരൻ ഒരു യുദ്ധത്തിനും ഒരേറ്റുമുട്ടലിനും ഒരിക്കലും വഴിയോ വെളിച്ചമോ അല്ല. എന്നാൽ അജ്ഞാനവിശേഷം കൊണ്ട് ജന്മമെടുത്ത ഈ ജീവസഞ്ചയങ്ങളെല്ലാം അതിന്റെ ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളെ, അതാതിന്റെ മാനസികങ്ങളായ കാമനകളെ, കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുന്ന ഈ അനേക ജഗത്തും അതുമായി അജ്ഞാനവിശേഷം കൊണ്ട് ബന്ധപ്പെടുമ്പോൾ കാമക്രോധങ്ങളിൽ പെട്ടുപോകുന്നു. എപ്പോഴെപ്പോൾ ഈ ജീവസഞ്ചയം തന്നിലെ സാക്ഷീഭൂതനായ ചൈതന്യത്തെ സ്മരിക്കുകയോ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ ഈ അവസ്ഥാവിശേഷങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത് നിരന്തരം നിലനിർത്തുവാനുള്ള യൗകികമായ സാധനകള് ജന്മജന്മാന്തരങ്ങളായി ലഭിച്ചു പോന്നിട്ടുള്ള മുക്തവിശേഷമുള്ള ജീവന് ഈ അവസ്ഥ തുടരേണ്ടി വരുന്നില്ല. രാഗദ്വേഷങ്ങളിൽപ്പെട്ട് പുരുഷാപരാധം കൊണ്ട് വലയുന്ന സർവജ്ഞാത്മമുനിയതിന് പുരുഷാപരാധം എന്നാണ് പറയുന്നത്. അതുണ്ടാക്കാനുള്ള കളരിയാണ് വീടും നാടും എല്ലാം. അതിൽ അതീവ സമർത്ഥൻ മാത്രമേ പുരുഷാപരാധത്തിൽ പെടാതെ പുറത്തു കിടക്കൂ. പൂർവ സംസ്കാരം കൊണ്ട് ഈ കർമ്മവാസനകളെയെല്ലാം ഉച്ചാടനം ചെയ്യാൻ അജ്ഞാന സ്രോതസ്സായ പ്രകൃതി, മൂലപ്രകൃതി, അതിന് പറ്റുന്ന ഒരു കേന്ദ്രത്തില് അതിന് ചേർന്നു പോകാവുന്നവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നു. ഇതിനെ നമ്മൾ കുടുംബം എന്നൊക്കെ പറയും. എന്റെ പൂർവ സംസ്കാരങ്ങൾക്ക് അനുസൃതമായി അതിനെ സമർത്ഥമായും മിതമായും അനുഭവിച്ചും അറിഞ്ഞും അതിനെ മുഴുവൻ ഉച്ചാടനം ചെയ്യാൻ എന്റെ വാസനകൾക്ക് അനുഗുണങ്ങളായ വാസനാജാലങ്ങൾ നിരത്തി രാഗവും ദ്വേഷവും വേണ്ടതുപോലെ കൊടുത്തും വാങ്ങിയും ഈ ശരീരത്തിൽ നിന്ന് എന്റെ അജ്ഞാനത്തിന്റെ ഓരോ കഞ്ചുകവും അഴിച്ചു കളയാൻ എന്നെ എനിക്കു ചേർന്ന അച്ഛനിലും അമ്മയിലും ചേർത്ത് വെച്ച് ജനിപ്പിക്കുന്നു. എവിടം വരെ ആ പ്രത്യേക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അറിയാനും അനുഭവിക്കുവാനും കൊടുക്കുവാനും വാങ്ങുവാനുമുള്ളതുണ്ടോ, അത് തീരുമ്പോൾ ആ ശരീരവും അവരുമായുള്ള ബന്ധവും തീരുന്നു. അറിവ് പൂർണ്ണമാകുന്നതുവരെ അന്ധക്കരണത്തെ ശുദ്ധമാക്കുന്നതിന് അതിൽ നിന്ന് പൊരുതി, എന്നോട് പൊരുതി, അവരോടല്ല, അതിനെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പ്രകൃതി എന്റെ പൂർവജന്മത്തിനനുസരിച്ചാണ് എനിക്ക്
ജനനം നിശ്ചയിക്കുന്നത് എന്റെ കർമ്മങ്ങളാകയാൽ ഞാൻ തന്നെയാണ്. ബോർഡിൽ വരയ്ക്കുന്ന ഒരു വൃത്തം വരച്ചു തീർന്ന അധ്യാപകൻ 15 മിനിറ്റ് കഴിഞ്ഞ് താൻ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്ന നിശ്ചയമില്ലാത്തവനായിത്തീരുന്നത് പോലെ അനേക ജന്മപരമ്പരയിലൂടെ കടന്നുപോകുന്ന ജീവന് തന്നിൽ ഈ വന്ന അജ്ഞാനത്തിന്റെ ആവിർഭാവവും അന്ത്യവും നിശ്ചയമില്ലാത്തതായിത്തീരുന്നു. ഇങ്ങനെ വരുന്ന ജീവൻ താൻ വന്നുപെട്ട ചുറ്റുപാടിൽ നിന്ന് സമർത്ഥമായി ഈ കെട്ടിൽ നിന്ന് പുറത്തു കിടക്കേണ്ടതിന് പകരം പെറ്റു വീണത് മുതൽ നീ മകനാണ്, നീ മകളാണ് എന്ന് ശ്രവണം ചെയ്യുകയാണ്. വൈദിക സംസ്കൃതിക്കനുസരിച്ച് ഈ കെട്ടിൽ നിന്ന് മോചനം നേടിയൊരു പിതാവ് ജാതകർമ്മം കഴിഞ്ഞാലുടനെ മടിയിലെടുത്തിരുത്തി ആ ചെവിയിലേക്ക് നീ വേദമാകുന്നു, നീ അറിവാകുന്നു എന്ന് ശ്രവണം ചെയ്യിപ്പിച്ച് ആ അറിവിന്റെ പര്യായ ശബ്ദങ്ങളെ നാമം കൊടുത്ത്, ഇന്നത്തെ പോലല്ല, നമ്മുടെയൊക്കെ പേരുകള് ആൽഫ, ബീറ്റ, തീറ്റ, ഗാമ, ബെറ്റി, കിറ്റി, ഡിറ്റി എന്നൊക്കെയാണ്. വിളിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയില്ല. ലോകര് വിളിച്ചാൽ പോലും ഇവൻ അറിവായിത്തീരണം. ഇവിടം വരെ ഒരു സംസ്കൃതി വളരണമെങ്കിൽ, ഒരു ജനത വളർന്നെത്തണമെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ തപസ് വ്യക്തിക്കല്ല ജനതയ്ക്ക് തന്നെ വേണ്ടിവരും. ഞാൻ സന്ദർഭത്തിൽ നടത്തി നിങ്ങളുടെ ചിന്തയൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഒരു സംസ്കാര വിശേഷം, അതിന് നാമകരണ സംസ്കാരത്തിൽ പോലും മനുഷ്യനെ മർത്യനെ അമർത്യനാക്കാൻ വമ്പുന്നതിന്റെ സൂചന നിങ്ങൾക്ക് കാണാം. ബൃഹദാരണ്യക ഉപനിഷത്തില് വലിയൊരു ചിത്രം തന്നെ പുരുഷ സ്ത്രീ ബന്ധത്തിന്റെയും കുട്ടി ഉണ്ടാകലിന്റെയും നാമകരണത്തിന്റെയും എല്ലാം. നമുക്ക് ജനിച്ചതുമോ ഇപ്പൊ പറഞ്ഞാൽ മതി, അതിന് മുമ്പുള്ളതും അതിനേക്കാൾ ഇതാണ്. ആ വഴിക്ക് തിരിയുന്നവരല്ല നിങ്ങൾ, അതുകൊണ്ട് അത് ചിന്തനീയമല്ല നിങ്ങൾക്ക്. അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അത് ആവശ്യം വരുന്നുള്ളൂ. അപ്പോ ആ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ അമ്മ അച്ഛന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നീ വേദമാകുന്നു കുഞ്ഞെ, വേദമെന്നർത്ഥം വരുന്നൊരു പേരിടുന്നു. എങ്ങനെ വ്യാഖ്യാനിച്ചാലും അർത്ഥം വേദം, അറിവ് എന്ന് കിട്ടണം. അത് കഴിഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് പറയുന്നു, സരസ്വതി നീ ഇവന് അമൃത് നൽകിയാലും, സരസ്വതി അക്ഷരസ്വരൂപിണിയായിട്ടുള്ളവളെ, നിന്നിൽ നിന്നാണ് ഇവൻ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്നത്. നിന്റെ ഉദരത്തിൽ കിടന്നാണ് ആദ്യക്ഷരങ്ങൾ മുഴുവൻ അവൻ ഉൾക്കൊണ്ട് കഴിഞ്ഞത്. പുറത്തെത്തിയിട്ട് പഠിക്കുന്നതൊന്നും അധികം പലപ്പോഴില്ല. അതിനു മുമ്പേ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, വളരെ സൂക്ഷ്മമായി. അതൊക്കെ ഇങ്ങനെ അറിയാതെ പൊന്തി വരും. സ്നേഹമൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരാളുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. സ്നേഹമായി സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരാളുടെ അടുക്കൽ എത്തുന്നത്. വാക്ക് പുറത്തേക്ക് വരുമ്പോൾ വെറുപ്പായിട്ട് വരും. എന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരാളോടും വെറുപ്പ് വേണം നമുക്ക് അറിഞ്ഞുകൊണ്ടൊരു ഇതില്ല. പക്ഷെ ഒരാളുടെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് വരും. ഇനി അബദ്ധം പറ്റരുതെന്ന് വെച്ചാണ് ഒരു കർമ്മം ചെയ്യാൻ പോകുന്നത്. ചെയ്തു കഴിയുമ്പോൾ അബദ്ധമേ കിട്ടും. ഇതെവിടുന്ന്, ഏത് അബോധത്തിൽ നിന്നാണ് വരുന്നത്? അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ അമ്മയോട് പറഞ്ഞത്, അക്ഷരസ്വരൂപിണിയായിട്ടുള്ളവളെ സരസ്വതി, നീയാണ് ഈ കുഞ്ഞിന്റെ അറിവും വെളിച്ചവും എന്ന് ഞാൻ അറിയുന്നു. ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് നീ അമൃതിനെ നൽകൂ. ആരോഗ്യം കൊണ്ട് മരണം വരെ തന്റെ ഇന്ദ്രിയ അന്ധക്കരണ ശരീരാദികളെ മുഴുവൻ നിലനിർത്തുന്ന അമൃതോപമമായ പാലും, അറിവിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആദ്യക്ഷരങ്ങളും അമ്മയിൽ നിന്നാണ്. ചരിത്രത്തിന്റെ ഗതീയതയിലെ ഈ കൂട്ടുബന്ധത്തിൽ നിന്നുള്ള മുക്തിയിലെ മനോഹരമായ ആദിശബ്ദവും മാതൃത്വം തന്നെയാണ്. ആധുനിക യുക്തികളുടെ ഇഴവിരിച്ച് നിങ്ങൾ അപഗ്രഹിച്ചാൽ അവിടെയും സത്യം മാതാവ് മാത്രമാണ്. നിയമഗ്രന്ഥങ്ങൾ അപഗ്രഹിച്ചു നോക്കിയാലും വസ്തുത മറ്റൊന്നാവില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെയും അമ്മ സത്യവും അച്ഛനൊരു പ്രഹേളികയും മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ ഇടയിലേക്ക് കൊടുത്തിട്ടാണ് അച്ഛൻ പറയുന്നത്. അവിടം കഴിഞ്ഞാൽ അവന്റെ ഉപനയന സമാവർത്തനാദി സംസ്കാരങ്ങളിലൂടെ എല്ലാം ഇവനെ മുക്തനാക്കാനാണ് ശ്രമിക്കേണ്ടത്, ശ്രമിച്ചിരുന്നത്. സാധാരണ ഇപ്പോൾ അങ്ങനെയല്ല.